ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു പുതിയ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിലെ ത്രികോണമിതി എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 109 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ ചോദ്യം ഓർമ്മയുണ്ടാവും. ചിത്രത്തിൽ കാണാം, ഒരു റോംബസിൻ്റെ ഏരിയ കാണാൻ, അല്ലെ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കാണാനുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യാൻ ഉപയോഗിച്ച മാർഗം ഡയഗണൽസ് കണ്ട് അവയുടെ ഗുണനഫലത്തിൻ്റെ പകുതി, അതായത് ഏരിയ, ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ വീഡിയോ കണ്ട് ഇതിന് ശേഷം ഒരു 10ാം ക്ലാസ്സിലെ രക്ഷാകർത്താവ് കൂടിയായ ഒരു ഗണിതാധ്യാപക സുഹൃത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാമല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര വളഞ്ഞ മാർഗം ഉപയോഗിക്കുന്നത്? എപ്പോഴും എളുപ്പമാർഗ്ഗങ്ങളാണ് നമുക്ക് എക്സാമിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ സാറ് പറഞ്ഞ രീതിയിലുള്ള വളരെ എളുപ്പമായ ഒരു മാർഗം കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. സാധാരണ നമ്മുടെ പാരലോഗ്രാം, ഒരു സാമാന്തരികത്തിൻ്റെ ഏരിയ കാണുന്ന അതേ രീതിയിൽ തന്നെ ഇതും കാണാമായിരുന്നു എന്നതാണ്. അപ്പം അതെങ്ങനെ കാണാമെന്ന് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന തത്വം നോക്കുക. ഇതിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ റോംബസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞപ്പോൾ അവസാന വരി നോക്കുക. ഒരേ വശത്തിലെ കോണുകളുടെ തുക 180 ആയിരിക്കും. അതായത് ഈ വശം എ ബി എന്ന വശത്തിലെ 2 കോണുകളുണ്ട് അല്ലേ. ഈ ഒരു കോൺ 100 ആണെങ്കിൽ ഇത് 2 കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. സം ഓഫ് ദി ആംഗിൾസ് ഓൺ സെയിം സൈഡ് 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ 100 ആണെങ്കിൽ ഈ ആംഗിൾ 80 ആയിരിക്കും. ഈ പ്രത്യേകതയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? ഈ ആംഗിൾ ഇപ്പോൾ 80 എന്ന് കിട്ടി. ഇത് 80 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇനി സി എന്ന പോയിന്റിൽ നിന്ന് എ ബിയിലേക്ക് ഒരു ലംബം വരയ്ക്കുന്നു. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം സി ടു എ ബി. സിയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പൊ സി ആണ് ഈ ലംബ ദൂരം അല്ലെ. എ ബിയിലേക്കുള്ള, എ ബി എന്ന വശത്തേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ സിയിൽ നിന്നുള്ള ലംബ ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സി. അപ്പോൾ എ ബി സി ഡി എന്ന സമഭുജ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു സി ആയിരിക്കും അല്ലെ. എ ബി ഒരു വശം ഇൻറ്റു ആ വശത്തേക്കുള്ള ലംബ ദൂരമാണ്. എ ബി ഇൻറ്റു സി ആയിരിക്കും. അത് കാണാൻ പറ്റും. ആദ്യം സി കാണാം അല്ലെ. ആദ്യം സി കാണാം. സി എന്ന് പറയുന്നത് ഇവിടുത്തെ 80 ഡിഗ്രി ഉള്ള ആംഗിൾ അല്ലെ. ഇതൊരു മട്ടത്രികോണമാണ്. ഈ ആംഗിൾ 90 ആണ്. അതായത് ബി ഇ സി എന്ന ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിൾ ആണ്. അതിലൊരു ആംഗിൾ ആണ് 80 ഡിഗ്രി. ഈ 80ക്ക് എതിരെയുള്ള ഓപ്പോസിറ്റ് സൈഡാണ് സി. അപ്പൊ സിയുടെ ലെങ്ത് ആണ് അറിയാം. സി എന്താണ്? ഹൈപ്പോടെനിസിന്റെ സൈൻ 80 ഭാഗമായിരിക്കും അല്ലെ. ഹൈപ്പോടെനിസ് ഇവിടെ 5 തന്നെയായിരിക്കും. കാരണം റോംബസ് സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അത് 5 5 5 5 അല്ലെ. അപ്പൊ സി ബിയുടെ നീളവും 5 ആയിരിക്കും. അപ്പൊ സി ഈക്വൽ എന്താണ്? ബി സി ഇൻറ്റു സൈൻ 80 ആയിരിക്കും. സിയുടെ നീളം ബി സി ഇൻറ്റു സൈൻ 80 ആയിരിക്കും. ബി സി 5 ആയതുകൊണ്ട് 5 ഇൻറ്റു സൈൻ 80യുടെ വില ടേബിൾ നോക്കിയാൽ 0.9848 എന്ന് കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്താലോ ഈക്വൽ ടു 4.924 എന്ന് കിട്ടും. ഇപ്പൊ സി കിട്ടിക്കഴിഞ്ഞു. സോ ഏരിയ ഓഫ് ദി റോംബസ് എ ബി സി ഡി, ഏരിയ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എ ബി ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് 5 ആണ്. 5 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടിയ? 4.924. ഇത് മൾട്ടിപ്ലൈ ചെയ്താലോ 24.62. മറ്റേ രീതിയിൽ ചെയ്ത അതേ ആൻസർ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. മറ്റേ രീതിയിൽ പല പ്രാവശ്യം കാണേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പുകൾ വളരെ കുറച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. വയസ്സിൽ ഒരേ ചോദ്യം തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് നമ്മൾ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ കുറച്ചും കൂടെ സമയലാഭവും അധ്വാന ലാഭവും എല്ലാം കിട്ടും. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ഒരു സർക്കിളിലെ
ഒരു വൃത്തത്തിലെ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഞാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഞാണിൻ്റെ സെൻട്രൽ ആംഗിളും കേന്ദ്രകോണും വൃത്തത്തിൻ്റെ ആരവും അറിയാമെങ്കിൽ ഞാണിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ സെക്ഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ നോക്കുക, എ ബി ഒരു ഞാനാണ്, എ ബി വൃത്തത്തിലെ ഒരു കോഡാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാണിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ എൻ പോയിന്റ്സിന് അഗ്രബിന്ദുക്കളെ വൃത്ത കേന്ദ്രവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോണാണ് അത്. 60 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ ഒ ബി ഇവിടെ 60 ഡിഗ്രിയാണ്. ഈ വൃത്തത്തിൻ്റെ ആരം ആറാണ്, സ്മോൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കാം. ഇവിടെ നോക്കുക, എ ഒ ബി എന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകത, ഇതിന് ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. കൂടാതെ എഒ സമം ബിഒ ആണ് അല്ലെ. എഒയുടെ നീളവും ബിഒയുടെ നീളവും തുല്യമാണ്. കാരണം എഒയും ബിഒയും എന്താണ്, ഈ വൃത്തത്തിലെ റേഡിയസ് ആണ്, ആരങ്ങൾ തുല്യമായിരിക്കും അല്ലെ. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ എഒയും ബിഒയും തുല്യമാണ്. സോ ദിസ് ഇസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ, ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണുകളും തുല്യമായിരിക്കും അല്ലെ. അതിൽ ഒരു കോൺ ഇവിടെ മേലത്തെ കോൺ 60 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കി 180 നിന്ന് 60 കഴിഞ്ഞാൽ ബാക്കി 120 ഉള്ളത്. അത് ഇത് രണ്ടും തുല്യമായതുകൊണ്ടോ 120ന്റെ പകുതി വീതമായിരിക്കും. 120ന്റെ പകുതി ഇപ്പോൾ 60. അപ്പോൾ ഈ എ എന്ന കോണും ബി എന്ന കോണും എത്രയായിരിക്കും, 60 വീതമായിരിക്കും എന്ന് മനസ്സിലാക്കാം. കണ്ടോ, അപ്പൊ 3 കോണുകളും തുല്യല്ലേ, 3 കോണുകളും തുല്യമാണ്. 3 കോണുകളും തുല്യമാണെങ്കിലോ 3 വശവും തുല്യമായിരിക്കും. അപ്പോൾ എ ബിയുടെ നീളം പറയാം, എയോ 6 ആണ്, ബിയോ 6 ആണ്. അപ്പോൾ എ ബി എത്രയായിരിക്കും, എ ബിയുടെ നീളവും ഇവിടെ എ ബിയുടെ നീളം എത്രയായിരിക്കും, എ ബിയുടെ നീളവും 6 തന്നെയാണ്. അതായത് കേന്ദ്രകോൺ 60 ഡിഗ്രി ആയ ഒരു ഞാണിന്റെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമായിരിക്കും. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആ വൃത്തത്തിലൊരു ഞാണിന്റെ ഏതെങ്കിലും ഒരു ഞാണിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആ ഞാണിന്റെ നീളം വൃത്തത്തിന്റെ ആരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ ഈ 60 ഡിഗ്രി ഈ സെൻട്രൽ ആംഗിൾ അതിന്റെ ഇരട്ടിയാക്കുകയാണ്, 120 ആക്കാന്നിരിക്കാം. നമ്മൾ 9ാം ക്ലാസ് പഠിച്ച റിസൾട്ട് ഓർക്കുക. സെൻട്രൽ ആംഗിൾ ഇരട്ടിയാകുമ്പോൾ ചാപത്തിന്റെ നീളം, ആർക്കിന്റെ നീളം ഇരട്ടിയാകും അല്ലെ. ആർക്ക് സെൻട്രൽ ആംഗിളിന്റെ അതേ റേഷ്യോയിലാണ് വർദ്ധിക്കുന്നത്. സെൻട്രൽ ആംഗിൾ ഇരട്ടിയാകുമ്പോൾ ആർക്കിന്റെ നീളവും ഇരട്ടിയാകും. പക്ഷെ കോഡും അതുപോലെ വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ആംഗിൾ നമുക്ക് 120 ആക്കി നോക്കാം. സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക, എ ബി എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ 120 ഡിഗ്രിയാണ്. വൃത്തത്തിന്റെ ആരം സ്മോൾ ലെറ്റർ ആർ തന്നെ. ഈ ഞാണ് എ ബി എന്ന ഞാണിന്റെ കേന്ദ്രകോണിന്റെ അളവിടെ 120 ഡിഗ്രിയാണ്. കൂടാതെ വൃത്തത്തിന്റെ ആരം സ്മോൾ ലെറ്റർ ആർ ആണ്. ഇവിടെയും എഒ സമം ബിഒ ആണ്. എഒയുടെ നീളവും ബിഒയുടെ നീളവും തുല്യമാണ്. കാരണം എന്താണ്, ആരങ്ങളാണ്. ഈ മഞ്ഞ കളർ കൊടുത്ത രണ്ടും ആരങ്ങളാണ്, തുല്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ആറാണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് എഒയും ബിഒയും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും അല്ലെ. എ എന്ന കോണും ആംഗിൾ എ ആൻഡ് ബി ആർ ഈക്വൽ അല്ലെ. എയിലെയും ബിയിലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 120 കഴിഞ്ഞിന് ബാക്കി 60 ഉള്ളൂ. ആകെ 180 120 പോയി കഴിഞ്ഞു, ഇനി 60 ഉള്ളൂ. അത് ഈക്വൽ ആയതുകൊണ്ടാണ് 60യുടെ പകുതി വീതമായിരിക്കും എയിലെയും ബിയിലെയും കോണുകൾ. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലെ. ഇത് രണ്ടും 30 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എ ബിയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒയിൽ നിന്ന് എ ബിയിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം O to AB. That perpendicular meets AB at C. C എന്ന പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, OCB എന്ന ട്രയാങ്കിൾ, OCB എന്ന ട്രയാങ്കിളും OCA എന്ന ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്, മട്ട ത്രികോണങ്ങളാണ്. അത് നോക്കൂ, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രിയാണ് അല്ലെ. ഇത് 30 ഡിഗ്രിയാണ്. ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രിയാണ് അല്ലെ. 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ബി സിയുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. ബി സിയുടെ നീളം എന്ന് പറയുന്നത് ഈ ആംഗിള് 60 ഡിഗ്രിയാണ് അല്ലെ. ഇത് 30 90 ആയിട്ടുള്ളത് 60 ആണ്. 60ക്ക് എതിരെ ഉള്ള വശം അല്ലെ, 60ക്ക് എതിരെയുള്ള വശമാണ് ബി സി. ഓപ്പോസിറ്റ് സൈഡാണ് ബി സി അല്ലെ. 60ക്ക് ഓപ്പോസിറ്റ് സൈഡാണ് ബി സി. സോ ബി സിയുടെ നീളം എന്തായിരുന്നു പറഞ്ഞത്, കർണത്തിന്റെ അല്ലെങ്കിൽ ഹൈപ്പോടെനിസിന്റെ
സൈൻ 60 മടങ്ങായിരിക്കും, സൈൻ 60 ഭാഗമായിരിക്കും അല്ലെ. അതായത് ബി സി എന്നത് ഈ 60 എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ബി സിയുടെ നീളം ഈ ത്രികോണത്തിന്റെ കർണത്തിന്റെ അല്ലെങ്കിൽ ഹൈപ്പോടെനിസിന്റെ സൈൻ 60 ഭാഗമായിരിക്കും. ബി സിയുടെ നീളം ഇതിന്റെ ഹൈപ്പോടെനിസിന്റെ സൈൻ 60 ഭാഗമായിരിക്കും അല്ലെ. സൈൻ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ബി സി ഈസ് ഈക്വൽ ടു ഒ ബി ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വില നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈൻ 60 എത്രയാണ്? സൈൻ 60 √3/2 ആണ് അല്ലെ. അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസിനെ സ്മോൾ ലെറ്റർ ആർ കൊണ്ട് കൊടുത്തു. സൈൻ 60യുടെ വില √3/2 ആണ്. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു √3/2. ബി സിയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ എ ബി കാണാം. കാരണം എന്താണ്? ഒരു സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിളിൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട് അല്ലെ. സി എന്ന പോയിന്റ് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും, മധ്യബിന്ദു ആയിരിക്കും. സോ എ സിയുടെ നീളവും ബി സിയുടെ നീളവും തുല്യമായിരിക്കും. അല്ലെങ്കിൽ എ ബിയുടെ നീളം എന്ന് പറയുന്നത് ബി സിയുടെ നീളത്തിന്റെ 2 മടങ്ങായിരിക്കും. സോ എ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സി എന്ന് എഴുതാം. 2 ഇൻറ്റു ബി സി, 2 ഇൻറ്റു നമുക്ക് ബി സിയുടെ വില നമുക്ക് കിട്ടി എത്രയാണ്? 6 ഇൻറ്റു √3/2 ആണ്. അതിൽ ഈ 2ഉം ഈ 2ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? r√3 എന്ന് കിട്ടും, അല്ലെങ്കിൽ √3r എന്ന് കിട്ടും. നോക്കൂ, നേരത്തെ 60 ഡിഗ്രി ആയിരുന്നപ്പോൾ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആയപ്പോൾ 60 ആയിരുന്നപ്പോൾ റേഡിയസിന് തുല്യമായിരുന്നു എ ബിയുടെ നീളം. ഇവിടെ ഇരട്ടിയാക്കിയപ്പോൾ സെൻട്രൽ ആംഗിൾ 60 120 ആക്കി മാറ്റി. ഇരട്ടിയായി കഴിഞ്ഞപ്പോൾ എ ബിയുടെ നീളം എത്രയാണ്? √3 ടൈംസ് ആർ ആകുന്നു. ഇരട്ടിയാകുന്നില്ല, ഇരട്ടിയല്ല, √3 ടൈംസ് ആർ ആകുന്നത്. അപ്പോൾ ചാപം വർദ്ധിക്കുന്ന അതേ അനുപാതത്തിലല്ല ഇവിടെ കോഡുകളുടെ നീളം വർദ്ധിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ചാപം അല്ലെങ്കിൽ ആർക്ക് സെൻട്രൽ ആംഗിൾ ഇരട്ടിയാകുമ്പോൾ ആർക്കിന്റെ നീളം ഇരട്ടിയാകുമെന്നാണ് 9ാം ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷെ ഇവിടെ കോഡിന്റെ നീളം ഇരട്ടിയാകുന്നില്ല. ഇവിടെ എത്രയാണ്? √3 ടൈംസ് ആർ എന്ന് കിട്ടുന്നു. ഇത് ഓർത്തു വെക്കുക. ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു കോഡിന്റെ അല്ലെങ്കിൽ ഒരു ഞാണിന്റെ കേന്ദ്ര കോണിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാണിന്റെ നീളം അല്ലെങ്കിൽ കോഡിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കുക. എ ബി എന്ന ഒരു കോഡുണ്ട്. ചിത്രത്തിൽ എ ബി എന്ന കോഡ് കാണാം. എ ബിയുടെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി 100 ഡിഗ്രിയാണ്. അതുപോലെ ഈ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ബിയുടെ നീളം കണ്ടുപിടിക്കും. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അറിയാം, എ ഒ ബിയിൽ എ ഒ സമം ബി ഒ ആണ് അല്ലെ. എ ഒയും ബി ഒയും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. ഇത് 100 ആയതുകൊണ്ട് ബാക്കി 80ന്റെ പകുതി വീതം അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലെ. 40 എന്ന് കിട്ടി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ആംഗിൾ നമുക്കറിയാം 100 ആണെന്ന് അറിയാം അല്ലെ. ഇവിടെ നിന്നോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഒയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ എ ബിയെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സി. ഇപ്പൊ ഈ കോൺ എത്രയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. 90 ഡിഗ്രി എന്ന് കിട്ടി. ഈ കോൺ 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ മേലത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ സി ഒ ബി അല്ലെ. ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഇത് 50 ആയിരിക്കും. ഇനി നമുക്ക് ബി സി കിടന്നുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബി സി അല്ലെ. ഒ സി ബി ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്, മട്ടത്രികോണമാണ്. അതിൽ ബി സി എന്ന് പറയുന്നത് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് അല്ലെ. എതിർവശമാണ്. 50 ഡിഗ്രിയുടെ എതിർവശമാണ്. അപ്പൊ ബി സിയുടെ നീളം എന്ന് പറയുന്നത് ഇതിന്റെ കർണത്തിന്റെ ഹൈപ്പോടെനിസിന്റെ സൈൻ 50 ഭാഗമാണ് അല്ലെ. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു ഒ ബി ഇൻറ്റു സൈൻ 50 അല്ലെ. ഒ ബി ഇൻറ്റു സൈൻ 50. സൈൻ 50ന്റെ വില നമുക്ക് ടേബിൾ നോക്കി എഴുതി കഴിഞ്ഞാൽ ഒ ബി ഈസ് ഈക്വൽ ടു 3 അല്ലെ. ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് അല്ലെ. റേഡിയസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. 3 ഇൻറ്റു 0.7660 എന്ന് കിട്ടി. ബി സി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ബി കാണാൻ എളുപ്പമാണ്. എ ബി എന്ന് പറയുന്നത് എന്താണ്? ബി സിയുടെ 2 മടങ്ങായിരിക്കും. കാരണം എന്താണ്? സി മിഡ് പോയിന്റ് ആണ്. കാരണം സി എ ബിയുടെ മിഡ് പോയിന്റ് ആണ് നമുക്കറിയാം. സോ ബി സി ഈസ് ഈക്വൽ ടു എ സി ആണ്. അതുകൊണ്ട് എ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ബി സി ആയിരിക്കും. എ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബി സി എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് 3 ഇൻറ്റു
ഇവിടെ ബി സിയുടെ നീളം നമുക്ക് കിട്ടി എന്താണ് 3 × 0.7660 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ 2 × 3 എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇപ്പൊ കാണാനൊരു പൊതുമാർഗത്തോടെ നമ്മൾ പറയാൻ പോവാണ് 2 × 3 × sin 50. അതായത് എ ബിയുടെ ലെങ്ത്, എ ബി എന്ന കോഡിന്റെ ലെങ്ത് കാണാനാണ് നമ്മൾ ശ്രമിച്ചത്. എ ബി എന്ന കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയെ, റേഡിയസിന്റെ 2 മടങ്ങിനെ അല്ലെ, റേഡിയസിന്റെ 2 മടങ്ങിനെ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ 100 ആണ്, 100ന്റെ പകുതിയാണ് 50, 50ന്റെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് ഒറ്റ വരി പറഞ്ഞത് എന്താണ്, കോഡിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാണിന്റെ നീളം കാണാൻ വേണ്ടിയിട്ട് ഞാണിന്റെ കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ വിലയെ, ഞാണിന്റെ കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതിയുടെ സൈൻ വിലയെ ആരത്തിന്റെ 2 മടങ്ങ് കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും. ആരത്തിന്റെ 2 മടങ്ങ് എന്താണ്, വ്യാസമാണ്. അപ്പൊ വ്യാസം കൊണ്ട് ഗുണിച്ചതാണ് അല്ല, റേഡിയസിന്റെ 2 മടങ്ങ് എന്ന് പറയുന്നതാണ് ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ കൊണ്ട് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ, സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈൻ വിലയെ ഗുണിച്ചാൽ ഒരു ഞാണിന്റെ നീളം കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഞാണിന്റെ നീളം കാണാൻ, ഒരു സർക്കിളിലെ ഏതെങ്കിലും ഒരു കോഡിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഞാണിന്റെ കേന്ദ്രകോൺ നോക്കുക. കേന്ദ്രകോൺ അറിയാമെങ്കിൽ കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈൻ വില എത്രയാണെന്ന് നോക്കുക. അതിനെ ആ വൃത്തത്തിന്റെ ആരത്തിന്റെ ഇരട്ടി കൊണ്ട് അല്ലെങ്കിൽ വൃത്തത്തിന്റെ വ്യാസം കൊണ്ട്, അതായത് വൃത്തത്തിന്റെ ഡയമീറ്റർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഇവിടെ ഈ എ ബിയുടെ സെൻട്രൽ ആംഗിൾ 100 ആയതുകൊണ്ട് 100ന്റെ പകുതി 50, 50ന്റെ സൈൻ വില എത്രയാണ്, സൈൻ 50. സൈൻ 50നെ ഇതിന്റെ റേഡിയസ് 3 ആണ്, 3യുടെ ഇരട്ടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ വില നമുക്ക് കിട്ടി. ഇപ്പൊ എത്ര വരും, 6 × 0.7660 എത്രയാണ്, 4.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ തത്വം ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും, തുടക്കത്തിൽ പറയുന്നതാണ്, ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും നീളം കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ, കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിന്റെ 2 മടങ്ങാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഇൻ എ സർക്കിൾ the length of any chord is double the product of the radius and the sine of half the central angle. In a circle, length of any chord is double the product of the radius and the sine of the half the central angle. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, in other words, the length of a chord is the product of the diameter of the circle and the sine of half the central angle of this chord. വൃത്തത്തിലെ ഒരു ഞാണിന്റെ നീളം അതിന്റെ കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ, കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ വൃത്തത്തിന്റെ വ്യാസം കൊണ്ട് ഗുണിച്ചതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഇനിയുള്ള ഭാഗത്ത് നമ്മളിത് ആവർത്തിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക.